മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ കൊളോസോസ് 4:5 ലെറ്റർ ടു കൊളോഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 5, പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർത്തിക്കുവിൻ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. ഉണർന്നപ്പോൾ തന്നെ പുലിയച്ചനൊരു കാര്യം നിശ്ചയിച്ചു. ഇന്ന് എങ്ങനെയാണെങ്കിലും 2 മാനിനെയെങ്കിലും തിന്നണം, മറ്റൊന്നും വേണ്ട. അതോർത്ത് നടന്നപ്പോഴാണ് ഒരു മുട്ടനാട് കാൽ ഉളുക്കി വഴിയിൽ കിടക്കുന്നത് കാണുന്നത്. ആട് ഭീതിയോടെ പുലിയെ നോക്കി. പക്ഷെ പുലിയച്ചൻ ചിരിച്ചു. ഇന്ന് ഞാൻ നല്ല പുള്ളിമാരെ മാത്രമേ തിന്നൂ, നീ രക്ഷപ്പെട്ടോളൂ. പുലിയച്ചൻ ആടിന്റെ കാൽ തിരുമ്പി രക്ഷപ്പെടുത്തി. ആട് നന്ദി പറഞ്ഞ് ഓടിപ്പോയി. ഒരു സ്വപ്നം കാണുകയെന്നാണ് ആ സാധുജീവി ഓർത്തത്. പുലിയച്ചൻ ഗമയിൽ മുന്നോട്ട് നടന്നു. കുറെ നടന്നപ്പോൾ ഒരു മുയൽ വഴിതെറ്റി നിൽക്കുന്നു. പുലിയച്ചനെ കണ്ട് മുയൽ നടുങ്ങി ഓടാൻ ശ്രമിച്ചു. പുലിയച്ചനാകട്ടെ പുഞ്ചിരിയോടെ കണ്ണ് തുറന്നടിച്ച് കണ്ണ് അടച്ചു കാണിച്ചു. മുയലെ, നീ രക്ഷപ്പെട്ടോളൂ, ഇന്ന് ഞാൻ മാനെ മാത്രമേ തിന്നുകയുള്ളൂ. വഴിയിൽ ഇതുപോലെ ധാരാളം സാധുജീവികളെ കണ്ടെങ്കിലും അതിനെയൊന്നും പുലിയച്ച് നോക്കിയതുപോലുമില്ല. അങ്ങകലെ ഒരു മാൻകൂട്ടം മേയുന്ന പുലിയച്ചും കണ്ടു. അവൻ മുന്നോട്ട് കുതിച്ചു. എന്നാൽ പുലിയെ കണ്ടത് മാൻകൂട്ടം പറന്നു. ആട് കിടന്നിടത്ത് പൂട പോലുമില്ലെന്ന് പറയുന്ന പോലെ പുലിയച്ചൻ എത്ര ഓടിയിട്ട് ഒരു മാൻകുഞ്ഞിനെ പോലും കിട്ടിയില്ല. വീണ്ടും പല സ്ഥലത്തും മാൻകൂട്ടത്തെ കണ്ടു. പക്ഷെ ഓടുന്നതല്ലാതെ ഒരു ഫലവുമില്ല, ഒന്നിനെയും കിട്ടുന്നില്ല. നിരാശനായ പുലിയച്ചൻ തിരിച്ചു നടന്നു. വഴിയിലൊരു മുയലിനെയെങ്കിലും കിട്ടുമെന്ന് കരുതി. നല്ലൊരു ഈച്ചയെപ്പോലും പുലിയച്ചനെ കിട്ടിയില്ല. ആകാശത്ത് ചന്ദ്രിക ഉദിച്ചപ്പോൾ പുലിയച്ചൻ തന്റെ മടയിൽ നിന്ന് എത്തിച്ചേർന്നു. വിശപ്പും ദാഹവും മൂലം പുലിയച്ചൻ ഗുഹയുടെ മുന്നിൽ നിന്നിരുന്ന കറുകപ്പുല്ല് കടിച്ചു തിന്നു. ആവശ്യമായ സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും അതെല്ലാം വെടിഞ്ഞ് കൂടുതൽ ആർജിക്കാൻ ശ്രമിക്കുന്നവന് ഒടുവിലെല്ലാം നഷ്ടപ്പെടും. അതെ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അത്യാഗ്രഹവും വർദ്ധിക്കുന്നു. അത് അപകടമാണ്. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എന്നേക്കും. ആമേൻ.